ഞാൻ ഇപ്പം അടുത്തിങ്ങനെ വായിച്ച ഒരു കഥയാണ്. നമ്മളെ മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയുടെ അടുത്ത് ഇരിങ്ങാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പൂതിപ്പാപ്പ എന്ന് പേരായിട്ട് ഒരാളുണ്ടായിരുന്നു. പൂതിപ്പാപ്പ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് ഒരിക്കൽ ഞാനിതിങ്ങനെ ഒരു ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് സദസ്സെന്ന് ഒരാൾ പറഞ്ഞത് ഓർമ്മയുണ്ട്. പൂതിപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇരിങ്ങാവൂർ. അദ്ദേഹത്തിൻ്റെ ഖബറുണ്ട്. മൂപ്പരിങ്ങനെ നടന്നു പോകുമ്പോൾ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ പറയും, പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട് എന്ന് പറയും. പിന്നെ കുറച്ചാണ് പോയാൽ പിന്നെ ആരെങ്കിലും കണ്ടാൽ പറയും, പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട് എന്ന്. ഇതിങ്ങനെ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ മൂപ്പർക്ക് എല്ലാവരും കൂടിയും പൂതിപ്പാപ്പ എന്ന് പേരിട്ടു. അങ്ങനെയുള്ള നമ്മളൊരു പരിപാടി അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു വാക്ക് ഒരാൾ രണ്ടോട്ടം ആവർത്തിച്ച് പറഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് ആ പേരിടും. പേരിടാൻ നമ്മൾക്ക് യാതൊരു മടിയില്ല. അങ്ങനെയാണ് നമ്മളെ പരിപാടി. എന്തായാലും കുട്ടികളൊക്കെ കൂടി മൂപ്പർക്ക് പൂതിപ്പാപ്പ എന്ന് പേരിട്ടു. മൂപ്പര് മരിച്ചതിന് ശേഷം, വഫാത്തായതിൻ്റെ ശേഷം പിന്നെയാണ് ആൾക്കാർ പറയാൻ തുടങ്ങി. വഫാത്തായതിൻ്റെ ശേഷം അത് പറയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പല ആളുകളും വഫാത്തായതിൻ്റെ ശേഷം നമ്മൾ അറിയണതിൻ്റെ കാരണം. അല്ലാതെ ചില ആൾക്കാർക്ക് തോന്നുന്നു മരിച്ചപ്പോൾ കൊണ്ട് വലുതാക്കിയതാണെന്ന്. അങ്ങനെയല്ല. ജീവിതകാലത്ത് അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. പൂർവികന്മാരുടെ ഒരു രീതി അതാണ്. വഫാത്തിന് ശേഷമാണ് മദ്ഹുകൾ പറയാറുള്ളത്. അങ്ങനെയാണ് വേണ്ടതും. അതുകൊണ്ട് മൂപ്പര് വഫാത്തായതിന് ശേഷം മൂപ്പരെക്കുറിച്ച് അടുത്തറിയാവുന്ന ആളുകൾ മഹാനവറുകളുടെ മദ്ഹ് പറഞ്ഞു. മഹാനവറുകൾ പെണ്ണെട്ടാൻ പൂതി കായില്ലാത്ത കേട് എന്ന് പറഞ്ഞ ആ പെണ്ണെട്ടൽ വിടുന്നല്ല ശരിക്ക്. മൂപ്പർക്ക് പെണ്ണെട്ടാൻ പൂതി എന്ന് പറഞ്ഞത് സ്വർഗത്തിലാണ്. അതിന് ഈ ചില്ലറ പൈസ ഒന്നും പോരാ, വലിയ ഡോളറാണ്ട് വേണ്ടി വരും. നമ്മളെ ഈ മൂല്യമില്ലാത്ത പൈസ, ശ്രീലങ്കൻ്റെ പൈസ ഒന്നും പറ്റില്ല. ഇന്ത്യൻ്റെ എന്ന് പറയാൻ പൂതിയുണ്ട്, നമ്മൾ ഈ നാട്ടുകാരായതുകൊണ്ട് ഞാനത് പറയണില്ല എന്നേ ഉള്ളൂ. ശ്രീലങ്കൻ്റെ പൈസ ഒന്നും പോരാ, അതിന് ഡോളറാണ്ട് വേണം, വലിയ വലിയ പൈസ വേണം. സ്വർഗത്തിൽ നിന്ന് ഊർലിങ്ങളെ തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയ ഉണ്ടല്ലോ, പദ്യം 10 വാള്യങ്ങളാണ് തഴവയുടെ അൽ മവാഹിബുൽ ജലിയ. അതിൻ്റെ 10ാം വാള്യത്തിലെ അവസാനത്തെ അധ്യായം സ്വർഗാണ്. 10ാമത്തെ വാള്യത്തിൻ്റെ അവസാനത്തെ അധ്യായം സ്വർഗത്തെ പറ്റി പറയുന്ന അധ്യായമാണ്. ആ അധ്യായത്തിൻ്റെ അവസാനം മൂപ്പരിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അള്ളാഹു തഴവസ്താദിൻ്റെ ആഖിറം വെളിച്ചാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവർ ഒരുപാട് സന്ദേശങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം കബൂൽ ചെയ്യട്ടെ. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്ക് നീയൊരു പാസ് താഹന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാതയ്യാനെ, സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ, ഇത് സ്വാലിഹാത്തിൽ സയ്യിദി ചേർക്കണമേ, ഗുണം ചെയ്യണേ നബിക്കെപ്പോഴും നീ കോനേ, അസുഹാബിനും പിൻ ആലിനും റഹ്മാനേ എന്ന് പറഞ്ഞിട്ടാണ് മഹാനവറുകൾ അൽ മവാഹിബുൽ ജലിയ അവസാനിപ്പിച്ചത്. അതന്നെയാണ് പൂതിപ്പാപ്പിയും പറഞ്ഞത്. അത് അവിടുത്തെ സംഭവമാണ്, ഇവിടുത്തെ സംഭവമല്ല. അപ്പോൾ സ്വാലിഹ്യങ്ങളെക്കുറിച്ച് പറയാം. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഓലമാതിരി ആയി കിട്ടിയെങ്കിൽ എന്ന ഒരു പൂതി ഉണ്ടാവുമല്ലോ. ആ പൂതി നമ്മളെ വിജയിപ്പിക്കും. മുഅ്മിനായ മനുഷ്യൻ്റെ ഏതാഗ്രഹവും അവനെ വിജയിപ്പിക്കുമെന്നാണ്. അപ്പോൾ സ്വാലിഹ്യങ്ങളെക്കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം, പഠിച്ചോനെ അതേമാതിരി ഒന്ന് ആയി കിട്ടിയെങ്കിൽ എന്നൊരു പൂതി ഉണ്ടാവും എന്നുള്ളതാണ്. പൂതി വെച്ച ഏത് കാര്യവും നേടാതിരിക്കൂല എന്നാണ്. പ്രത്യേകിച്ചൊരു മുഅ്മിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നേടാതിരിക്കൂല എന്നാണ്. അതുകൊണ്ട് സജ്ജനങ്ങളായ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ, മുൻഗാമികളായ ആളുകൾ അവരുടെ മദ്ഹ് ഇങ്ങനെ പറയണം. ഏറ്റവും ചുരുങ്ങിയ പറച്ചിൽ അവനാൻ്റെ വല്ലിപ്പാനെ പറ്റി പറഞ്ഞാൽ തന്നെ ഇന്നത്തെ തലമുറനേക്കാൾ നല്ലൊരേക്കാരം. വല്ലാതെ അങ്ങോട്ട് പറയണ്ട. കുട്ടിയേക്ക്, പേരക്കുട്ടിയേക്ക് എൻ്റെ വാപ്പാൻ്റെ കഥ എന്ന് പറഞ്ഞാണ്ട് പറഞ്ഞു കൊടുത്താൽ മതി. കാരണം ഓൽക്ക് വെള്ളിയാഴ്ച പള്ളിക്ക് വന്നാൽ 3 അൽക്കവും സലാത്തും ചെല്ലാൻ നേരം ഉണ്ടായിരുന്നു, നമുക്ക് നേരമില്ല. മുമ്പൊക്കെ നമ്മൾ പള്ളിക്കൊക്കെ ജുമയൊക്കെ എന്നാൽ അൽക്കവും സലാത്തും എന്നൊരു ഏടുണ്ട്. ആ ഏടന്നെ ഇപ്പോൾ കാണൂല. അൽക്കവും സലാത്തും എന്ന് പറഞ്ഞിട്ട് പകുതി അൽക്കവും പിന്നെ പകുതി ഒരു സലാത്തും ഉണ്ടാവും. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരുനാഥനാൽ വദഇ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അൽക്കവും സലാത്തും എന്ന് പറഞ്ഞ ആ സ്വലാത്ത്. അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹുവിൻ്റെ ഗുരുനാഥൻ
വലിയൊരു സാലിഹായ മനുഷ്യനായിരുന്നു എന്നാണ്. ഒരു ദിവസം മഹാനവറുകൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഒളു ചെയ്യാൻ പുറത്തിറങ്ങി വെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ തിരഞ്ഞു നോക്കുമ്പോൾ എവിടെയും വെള്ളം കാണാനില്ല. അപ്പോൾ മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു കിണറിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം കണ്ടു. ആ വെള്ളം കോരാൻ വേണ്ടിയിട്ട് വള്ളി എടുത്തിട്ട് ഇങ്ങനെ ഒരു കയറുണ്ടാക്കി അതിന്മേങ്ങനെ ബക്കറ്റ് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരാൾ അതുവഴി നടന്നു വന്നു. അപ്പോൾ മൂപ്പരോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ കാട്ടണമെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ ഒളു ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കോരാൻ വേണ്ടി കയറുണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. അതിൽ വന്ന ആൾ പറഞ്ഞു, അതിന് ഇങ്ങനെ അടങ്ങാറാണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളം കിട്ടാൻ നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതി പറഞ്ഞാണ്ട് ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുത്തു. മൂപ്പൻ ആ സ്വലാത്ത് ചൊല്ലി വെള്ളം കിട്ടി ഒളുണ്ടാക്കി നിസ്കരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ ഏതായിരുന്നു ഇപ്പോൾ ആ സ്വലാത്ത് എന്ന്. അപ്പോൾ ഒരു പുടുത്തും കിട്ടണില്ല. അപ്പം മൂപ്പര് ഓർമ്മ വന്ന സ്വലാത്ത് മൊത്തം എഴുതിയതാണ് ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഹിസ്ബ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയിൽ ചെല്ലേണ്ട ഹിസ്ബിനെ അൽക്കബിൻ്റെ അവസാനത്തേക്ക് എടുത്തു വെച്ചതാണ് അൽക്കബും സലാത്തും എന്ന് പറഞ്ഞത്. നമ്മളെ വല്ലിപ്പാക്ക് വാപ്പാൻ്റെ വാപ്പാക്ക് 3 അൽക്കബ് കഴിഞ്ഞിട്ട് സ്വലാത്തും ചെല്ലാനുള്ള നേരം വെള്ളിയാഴ്ച നേരം വെളുത്താലുണ്ടായിരുന്നു. ഞമ്മക്ക് നഖം മുറിച്ചാനുള്ള നേരം പോലും ഇല്ല, എന്നിട്ടല്ല അൽക്കഫ്. പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്ത ചങ്ങായിനെ 1 അല്ല 2 ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ എല്ലാ നിലക്കും ഒന്ന് റെഡിയാകുക പുതിയാപ്പിള പോകുമ്പോഴാണല്ലോ. പുതിയാപ്പിള നിക്കാഹിന് വെള്ളിയാഴ്ച രാവിലെ വന്നിരിക്കുമ്പോൾ മുറിച്ചാത്ത നഖം നീട്ടിങ്ങാണ്ട് കൈയൊടുത്തത് 1 ഓട്ടമല്ല 2 ഓട്ടം കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്കിങ്ങനെ ആൾക്കാരെ നോക്കണ പണിയുള്ളതുകൊണ്ട് കണ്ടത് ഇക്കാരം അതിൻ്റെ കുറ്റാണ്. സംഗതി കണ്ടിട്ടുണ്ട്, 1 അല്ല 2 ഓട്ടം കണ്ടിട്ടുണ്ട്. നേരല്ലേ നമുക്കൊന്നിനും. അപ്പം നമ്മൾ വലിയ ആൾക്കാരെ പറ്റി പറയണ്ട, അവനാൻ്റെ വല്ലിപ്പാനെ പറ്റി പറഞ്ഞാൽ തന്നെ ഒരുപാട് പറയണ്ടാവും. എന്തിനാ അതൊക്കെ പറയണത്? അതേമാതിരി ആയി കിട്ടണമല്ലോ റബ്ബേ എന്നൊരു ആഗ്രഹം മനുഷ്യൻ്റെ കൽബിലുണ്ടായാൽ അതേമാതിരി ആവും. അതിനാണ് പൂതി എന്ന് പറഞ്ഞത്. അതന്നെ ഇതിനാണ് നമ്മൾ സ്വാലിഹീങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത്. 4 സ്വാലിഹീങ്ങളുടെ പേര് വെള്ളിയാഴ്ച ജുമയ്ക്ക് എന്നാൽ മുടങ്ങാതെ ഖത്തീബ് പറയും. ഖത്തീബ് ഉസ്താദ് മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചയും 4 സ്വാലിഹീങ്ങളായ ആളുകളുടെ പേര് പറയും. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 4 മഹത്തുക്കളായ ആളുകളുടെ പേരിനെ പറഞ്ഞു തരും. എന്തിനാ പറഞ്ഞത്? ഓലമാതിരി ആകാൻ വേണ്ടിയിട്ട്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വഅദ് പറയാണ്, സഹാബ സ്വർഗാവകാശികളെ തിരിച്ചറിയാൻ 100 ചില്ലാനം അടയാളങ്ങളുണ്ട് സഹാബ എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് അപ്പുറത്ത് നിൽക്കുകയാണ്. മൂപ്പരിങ്ങനെയാണ് നീച്ചെന്നിട്ട് വാതിൻ്റെ ഉള്ളിൽ കൂടി എങ്ങനെയാണ് തലയിട്ടിട്ട് ചോദിച്ചു, അള്ളാൻ്റെ റസൂലേ, സ്വർഗാവകാശിയെ തിരിച്ചറിയാൻ 100 ചില്ലാനം അടയാളങ്ങളുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരടയാളം എന്നിൽ കാണാനുണ്ട് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ്, ആ 100 ചില്ലാനം അടയാളങ്ങളും നിങ്ങളിൽ കാണാനുണ്ട് എന്ന് പറഞ്ഞ ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള 4 മഹത്തുക്കളായ ആളുകളുടെ പേര് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് വല്ലപ്പുഴ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദീർഘിച്ച് സംസാരിക്കുന്നില്ല, സംസാരത്തിന് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇരുന്നോട്ടല്ലേ ഇരിക്കാനേ സഹോദരങ്ങളെ. അതുകൊണ്ട് സ്വാലിഹീങ്ങളായ ആളുകളെക്കുറിച്ച് പറയൽ ദിക്റിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അവരുടെ താരീഖ് ഓർമ്മ വരുമ്പോൾ അതേമാതിരി ഒന്നും ആയി കിട്ടിയ തിരക്കുണ്ടായിരുന്നില്ല എന്നൊരു പൂതി നമുക്കുണ്ടാവും. ഇനി നമ്മൾ ഒരുപാട് മനുഷ്യന്മാർ മരിക്കണ കാണുന്നുണ്ടല്ലോ, ഒരുപാട് മനുഷ്യന്മാർ. പഴയ കാലത്തൊക്കെ നമ്മളെ പഴമക്കാരായ ആൾക്കാർ ഇങ്ങനെ പറയും. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞാലനാജി എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, പൈഞ്ഞിരി കുഞ്ഞാലനാജി. മൂപ്പരിങ്ങനെ കുറേ ആൾക്കാർ മരിക്കണ സമയത്ത് ഹാജരായ ഒരാളാണ്. അപ്പോൾ മൂപ്പരിങ്ങനെ പഴയ കാലത്ത് ആൾക്കാർ മരിച്ചത് പറയും. കന്നൂട്ടണതിൻ്റെ ഇടയിൽ പാടത്തുനിന്ന് ഇങ്ങനെ കയറി നിന്നങ്ങാണ്ട് മറിയാമോ ലേശം ഇപ്പിട്ട കഞ്ഞിൻ്റെ വെള്ളം കാട്ടിക്കാന്ന് പറഞ്ഞങ്ങാണ്ട് ആ കഞ്ഞിവെള്ളം കുടിച്ചിങ്ങാണ്ട് കട്ടിലും അങ്ങനെയാണ് നീണ്ടു തീർന്ന് കടന്നങ്ങാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാന്ന് ചൊല്ലി മൗത്തായ കുറേ ആൾക്കാരെ കഥ ഇന്ന് നമ്മൾ ഒരുപാട് മനുഷ്യന്മാർ മരിക്കണ കാണുന്നുണ്ട്. പക്ഷേ ആരൊക്കെയാണ് ലാ ഇലാഹ ഇല്ലല്ലാന്ന് ചൊല്ലിയെന്ന് ചോദിച്ചാൽ അതൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് മറുപടി പറയേണ്ടി വരും. ലാ ഇലാഹ ഇല്ലല്ലാന്ന് ചൊല്ലിയാലേ സ്വർഗത്തേക്ക് പോകുള്ളൂ എന്നില്ല കേട്ടോ.
പക്ഷേ സ്വർഗാവകാശിയാണ് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലൽ. സ്വർഗത്ത് പോകാൻ വേറെയും വഴിയുണ്ട്. ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, പഠിച്ചോനെ എൻ്റെ വാപ്പ മരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയില്ലല്ലോ, നരകത്തിലേറ്റ് ആകുമോ, അങ്ങനെ വിചാരിക്കണ്ട. സ്വർഗത്തിലാണ് എന്ന് ഉറപ്പിക്കാവുന്ന ഒരു വഴിയാണ് മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്നത്. വേറെയും വഴികളുണ്ട്, ആ വഴികളിലൊക്കെ അവർ സ്വർഗത്തിൽ തന്നെയായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷെ പഴമക്കാരായ ആളുകളെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ടായിരുന്നു. അതൊന്നും ഇന്ന് പറയാനില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുൻഗാമികളുടെ താരീഖുകൾ ആലോചിക്കുക, പുത്തനങ്ങാടി ശുഹദാക്കളെക്കുറിച്ച് ആലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ പെടുത്തട്ടെ. ഞാൻ കൊളത്തൂക്കാരനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശുഹദാക്കളുടെ ഒരു സ്ഥാപനം തന്നെയാണ് കൊളത്തൂരിലെ തഖ്വ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞത്. വലിയൊരു പ്രതിസന്ധിയുള്ള സമയത്ത് ശുഹദാക്കളാണ് അതിനെ താങ്ങി നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത് നിങ്ങളുടെ കൂടി ഒരു സ്ഥാപനമാണ്. അതിൻ്റെ വിജയത്തിന് വേണ്ടിയും എല്ലാവരും ഉണ്ടായിരിക്കണം. കുട്ടികളൊക്കെ തഖ്വയിൽ ചേർക്കണം. ഞാൻ അതിനൊരു സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു മിനിറ്റ് അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുക കൂടി ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, വളരെ നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൊളത്തൂരിലെ തഖ്വ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യുകയും പ്രവർത്തിക്കുകയും എല്ലാം വേണം. ഇൻഷാ അല്ലാഹ് ഇനിയും ധാരാളം സൗകര്യങ്ങൾ നമുക്കുണ്ടാക്കണം, എല്ലാം വിപുലീകരിക്കണം, വളരെ ഭംഗിയാക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രവർത്തനവും അതിനുണ്ടായിരിക്കണം. ഇന്ന് തഖ്വ സ്ഥാപനങ്ങളുടെ ഭൂരിഭാഗം ജനറൽ ബോഡി മെമ്പർമാരും പുത്തനങ്ങാടിയിൽ നിന്നുള്ളവരാണ് എന്നൊരു സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളോട് കൈമാറിക്കൊണ്ട് ഈ സ്ഥാപനത്തെയും അതുപോലെ നമ്മുടെ മറ്റു സ്ഥാപനങ്ങളെയും എല്ലാം ഉയരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും കഠിനാധ്വാനവും പ്രവർത്തനവും ദുആയും എല്ലാം ഉണ്ടായിരിക്കണം എന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഇതുവരെ എന്നെ ശ്രവിച്ചതിന് ഹൃദയം തുറന്ന നന്ദി അറിയിച്ചുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.